ഇന്ന് ശ്രാവണ പൂർണിമ. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പേറുന്ന പുരാണ ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ട വേദഭാഷയ്ക്കായി ഈ ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1969 മുതലാണ് ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസം ഭാരത സർക്കാർ സംസ്കൃത ദിനമായി ആചരിച്ചു തുടങ്ങിയത്. അതേ വർഷം തന്നെ ആകാശവാണിയിൽ സംസ്കൃത വാർത്താ പ്രക്ഷേപണവും ആരംഭിച്ചു. ദശാബ്ദമായി ജനം TV എല്ലാ ദിവസവും വാർത്താ സംസ്കൃതം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ശ്രാവണ പൂർണിമ ഭാരതത്തിന്റെ സംസ്കൃത ദിനമായി ആചരിച്ചു വരുന്നു. ഓരോ ഭാരതീയന്റെയും ആത്മീയവും സാംസ്കാരികവുമായ ഉൾത്തുടിപ്പായി ഈ ഭാഷ നിലനിൽക്കുന്നു. വൈദിക വിജ്ഞാന ഭണ്ഡാരമായ സംസ്കൃതത്തിന്റെ നിലനിൽപ്പിനായി വിവിധ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ്, സുഷമ സ്വരാജ്, ബാസുരി സ്വരാജ് തുടങ്ങിയ ജനപ്രതിനിധികളിലൂടെ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലും സംസ്കൃതം മുഴങ്ങിക്കേട്ടു. അഹം ഭാരതസ്യ പ്രഭുതാം അഖണ്ഡതാം ച അക്ഷരം രക്ഷിഷ്യാമി തഥാ യത് പദം ഗ്രഹിതും അഹം ഉദ്യതഃ അസ്മി തസ്യ കർത്തവ്യാനി ശ്രദ്ധാപൂർവകം നിരപേക്ഷിഷ്യാമി. ദേശീയതയുടെ ശംഖനാദമായി ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ ജനം ടിവിയും സംസ്കൃതത്തിന്റെ സംരക്ഷണത്തിനായി പ്രയത്നിക്കുന്നുണ്ട്. മറ്റൊരു സ്വകാര്യ മാധ്യമത്തിനും അവകാശപ്പെടാനാവാത്ത വിധം പ്രതിദിനം സംസ്കൃതം എന്ന ചിന്തയെ സ്വാർത്ഥമാക്കിക്കൊണ്ട് തുടക്കകാലം മുതൽ ശതാബ്ദമായി ജനം TV എല്ലാ ദിവസവും 4:45 വാർത്താ സംസ്കൃതം സംപ്രേഷണം ചെയ്യുന്നു. നമസ്തേ, സംപ്രതി ജനം സംസ്കൃത വാർത്താഃ ശ്രയന്താം പ്രവാചകഃ മോഹൻലാൽ. നിരവധി വിദേശ രാഷ്ട്രങ്ങൾ ഭാരതത്തിന്റെ തനത് സംസ്കാരത്തെ നെഞ്ചിലേറ്റുന്നുണ്ട്. IIT പോലുള്ള സ്ഥാപനങ്ങളിലും സംസ്കൃതം പ്രാധാന്യത്തോടെ പഠിപ്പിച്ചു വരുന്നു. അറിവും ശാസ്ത്ര സാങ്കേതികങ്ങളും പേറി ഡിജിറ്റൽ യുഗത്തിലും സ്വപ്രഭാവം മങ്ങാതെ നിലനിൽക്കുന്ന ആർഷഭാരതിയെ ഹൃദയപൂർവ്വം സ്മരിക്കാൻ ഈ ദിവസം സമർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.